യുവർ ഓണർ, ചുട്ടുപൊള്ളുന്ന ഒരു ദോശക്കല്ലിൽ തട്ടിത്തൂവിയ വെള്ളം പോലെ മനസ്സിൽ ചകാചക എന്ന് പതഞ്ഞു പൊന്നുന്ന പകയുടെ പാഷാണ ധൂമത്തിൽ നിരപരാധിയും നിർദോഷിയും നിസ്സഹായനുമായ ഒരു സാധു മനുഷ്യനെ നിയമവ്യവസ്ഥയ്ക്ക് ബലി കൊടുക്കുവാനും തദ്വാര ജീവിതത്തിന്റെ അനന്തമായ ആകാശച്ചെരുവിൽ വച്ചടി വിജയത്തിന്റെ റോക്കറ്റ് മാത്രം വിക്ഷേപിച്ച് പരിചയമുള്ള പാവം ഒരു അന്തർമുഖനായ അയൽവാസിയെ തച്ചു തകർക്കാൻ നടത്തിയ അതിക്രൂരമായ ഒരു ഗൂഢാലോചനയുടെ സുഖരപ്രസവമാണ് ഈ കേസ്. പിറക്കാനിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെയോ അതല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ഒരു പടുവൃതന്റെയോ പരിശുദ്ധി മാത്രം കൈമുതലായുള്ള എന്റെ കക്ഷി വെട്ടുവഴി കുട്ടമ്പള്ള പട്ടാപകൽ പട്ടയടിച്ച് വെട്ടുകത്തിയുമായി വീട്ടിൽ കയറി വീട്ടുടമസ്ഥനെ ചെകിട്ടിലണ്ട് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് തീർത്തും കെട്ടിച്ചമച്ച പൊട്ടിപ്പൊളിഞ്ഞു പോകാവുന്ന ഒരു ആരോപണം മാത്രമാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് സത്യം ബോധ്യപ്പെടുത്തുവാന് ഈ കേസിലെ വാദിയെ വിസ്തരിക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിച്ചാലും. എന്താ പേര്? കൊച്ചുകൃഷ്ണൻ, കുളത്തൂർ കൊച്ചുകൃഷ്ണൻ. ഗുഡ്. അച്ഛൻ? മരിച്ചുപോയി. വെരി ഗുഡ്. ബൈ ദ ബൈ, മിസ്റ്റർ കൊച്ചുകൃഷ്ണന്റെ സ്വഭാവം എങ്ങനെയാ? ഞാനൊരു മാന്യനാ. മാന്യനാകും മുമ്പ് എങ്ങനെയായിരുന്നു സ്വഭാവം? ചാരായ ഷാപ്പ് നടത്തുകയായിരുന്നു. സർക്കാർ പൂട്ടിച്ച് മാന്യനാക്കിയതാ. ഗുഡ്. ഷാപ്പ് പൂട്ടിയ ദിവസം കേസിന് ആസ്പദമായ സംഭവം എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്രമം തന്നെ ഒന്ന് പറയൂ. ഷാപ്പ് പൂട്ടിയ ദിവസം ഏപ്രിൽ 1 ഷാപ്പ് പൂട്ടാൻ ഇതിലും നല്ല ദിവസം വേറെ ഉണ്ടോ? യെസ്, പ്രൊസീഡ്. അന്ന് വൈകുന്നേരം ഞാനും ഭാര്യയും കൂടെ ഷാപ്പ് പൂട്ടിയ കാര്യം അയവറയ്ക്ക് വീട്ടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെട്ടുവഴി നാറുന്ന പട്ടയടിച്ച് വെട്ടുകത്തിയുമായി വീട്ടിൽ കയറി വന്നത്. വെട്ടുവഴി പട്ടയടിച്ചാലുടൻ വെട്ടുകത്തിയുമായി നിങ്ങളുടെ വീട്ടിൽ കയറി വരാൻ നിങ്ങൾ ആരാ? മദ്യനിരോധന പ്രവർത്തകനോ? പട്ടയുടെ കട്ടുമൂത്തപ്പ വന്നതാ. എന്നിട്ട് ചോദിക്കുക, എന്തിനാടാ ഷാപ്പടച്ചതെന്ന്. അത് ഞാൻ എക്സൈസ് മന്ത്രിയോട് പറഞ്ഞോളാമെന്ന് മറുപടിയും പറഞ്ഞു. പറഞ്ഞു തീരണതിന് മുമ്പ് എന്റെ കവിളിലോട്ടൊന്ന് പൊട്ടിച്ചു. എന്നിട്ടെന്താ, പലരെണ്ണം പോയി. വെരി ഗുഡ്. അടിച്ചത് കൈകൊണ്ടാ? എവിടെ നിന്ന് അടിച്ചത്? നേരെ കൺമുമ്പിൽ നിന്ന്. ഏത് കൈകൊണ്ട്? വലത് കൈകൊണ്ട്. ഏത് കവിളിൽ? വലത് കവിളിൽ. അതൊന്ന് കാണിച്ചേൻ. അവിടെ തന്നെയാണല്ലോ? ഉറപ്പാണല്ലോ? എന്റെ 8 കുട്ടികളാണ് സത്യം, ഉറപ്പാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സാക്ഷി വഴി വിശ്വസിക്കാനാവുന്നില്ല. എന്റെ കക്ഷി വലത് കൈ കൊണ്ട് വലത്തേ കവിളിൽ അടിച്ചു എന്നാണ് പറയുന്നത്. വലത് കൈ കൊണ്ട് ഒരാളെ ഓങ്ങി അടിച്ചാൽ അയാളുടെ ഇടതേ കവിളിലേ കൊള്ളൂ. ദിസ് ഈസ് എ ഹിമാലയൻ ഓർ ആനമുടി ബ്ലണ്ടർ. സത്യമായും അടിച്ചതാണ് യുവർ ഓണർ. ഓഹോ, അത്രയ്ക്ക് ഉറപ്പാണോ? എങ്കിലും ഒരു കാര്യം ചെയ്യൂ, ആ വലത് കൈ കൊണ്ട് എന്റെ വലത് കവിളിൽ അടിച്ചു കാണിക്കൂ. ആനടിക്കൂ. കോടതിക്ക് സത്യം ബോധ്യപ്പെടുത്താൻ നേരമായി. മടിച്ചു നിൽക്കാതെ അടിച്ചു തീർക്കൂ. പല്ലുള്ളത് പോയോ? ഇപ്പൊ മനസ്സിലായോ നിന്നെ എന്താ കേസ് വാദിക്കാൻ കോടതിയിൽ അയക്കാത്തതെന്ന്? എനിക്കെന്നല്ല, ഒരു സീനിയറിനും നിന്നെ വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കാൻ പറ്റില്ല. അതിനെ ലാപ്പായിന്റ് അറിയണം. പുറം കൈ കൊണ്ടടിച്ച വലത് കൈയായാലും വലത് കവിളിൽ തന്നെ കിറുകൃത്യം കൊള്ളും. അതറിയാത്തവൻ കേസ് വാദിക്കാൻ കോടതി പോയാ പാവം പ്രതിക്ക് അഴി ഉറപ്പാ. ഇത് കഷ്ടാണ് സാർ. ഞാൻ സാറിന്റെ ജൂനിയർ ആയിട്ട് ഇപ്പൊ കൊല്ലം 5 ആയില്ലേ. സീനിയറിന് സമയമില്ല, കേസ് നീട്ടി വെക്കണം എന്നൊരു അവധി പറയാൻ, ഒരു പ്രേ ഫോർ ടൈം. അതിനു വേണ്ടിയെങ്കിലും എന്നെ സാറ് കോടതി കാണിച്ചിട്ടുണ്ടോ? ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, ഏതെങ്കിലും ഒരു കേസ് നിന്നെ സ്വതന്ത്രമായി ഏൽപ്പിക്കണമെങ്കിൽ ആദ്യം ആ കേസ് എന്റെ മുമ്പിൽ വാദിച്ച് ജയിക്കണം. അല്ലെങ്കിൽ ഈ ജന്മം നിനക്ക് കോടതിയിൽ പോകാമെന്നുള്ള ബോധി അങ്ങ് കളഞ്ഞേരെ. തൽക്കാലം വെട്ടുവഴിയുടെ കേസ് ഞാൻ വാദിച്ചോളാം. മേ ഐ കമിങ് ഇഫ് യു വാണ്ട്. സോറി സാർ, സാറ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. കമ്പനി വക്കീലിനൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയാ. സാർ അങ്ങോട്ട് ഇരിക്കണം. അത് വെട്ടുവഴിയുടെ കേസ്. ശരി. ഇയാളുടെ കവിളിൽ എന്താ കടന്നൽ കുത്തിയോ? അത് വെട്ടുവഴി വെട്ടിച്ചതാ. അഡ്വക്കേറ്റ് PK ശിവകുമാറിന് കോടതിയിൽ പോകാൻ ഒരു പോതി. അത് രാവിലെ ഞാൻ അങ്ങ് തീർന്നു. അത് വളരെ നന്നായി. ഞാൻ ഇന്നാള് പറയണമെന്ന് വിചാരിച്ചതാ. എന്താ സാറ് പിന്നെ പറയാത്തത്? എന്താ പിന്നെ, ഇതാണ് ടാർജറ്റ്, ഇത് ടേൺ ഓവർ. ഈ എഗ്രിമെന്റിന് താൻ ഒരു ലീഗൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം. മനസ്സിലായോ? ഈ ആഴ്ച തന്നെ കിട്ടണം. പിടിച്ചോ. എവിടെ കിട്ടിയേ? അതൊന്നും കാണിച്ചു കൊടുത്തേ. ഓർമ്മയില്ലാന്നോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലേ? ഓ, ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനാ പാട്. എന്താ അത്ര വൈകിയേ? നീ പിണങ്ങിയോ? എന്റെ സീതാലക്ഷ്മി, ആ വക്കീലിനെ ഒന്ന് കാണാൻ പോയതാ. ദേ, നീ മാപ്പാക്കണം.
നോക്കട്ടെ. ഏയ്. ആ, നാശം. ഈ സമയത്ത് തന്നെ അടിക്കണം. ഹലോ, ദമയന്തി പേசுறேன். അയ്യോ, അത് നാത്തൂനാ, മദിരാശിന്നാവും. ചേട്ടൻ ഉറക്കമായിരുന്നോ? അതറിയാനാണോ ഈ പാതിരാത്രി നീ ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതെ, അയ്യോ ഫോൺ വെക്കാതെ, ഞാൻ മരിക്കാൻ പോവാ. എനിക്കിനി ജീവിക്കണ്ട ചേട്ടാ. കണവനാ നനച്ച് ഇത്ര നാള് ഞാൻ ക്ഷമിച്ചു. ഇനി എനിക്ക് വയ്യ. അതെ, ഞാനിപ്പോ ചാവും. ദമയന്തി, നീ ഭ്രാന്ത് പറയാതെ. എനിക്ക് ജീവിതം മടുത്തി ചേട്ടാ. എന്റെ കണക്കൂട്ടലുകളെല്ലാം പിഴച്ചു. അയ്യോ, ഇന്താലും ശരിപ്പെട്ടു വരാത്. നിനക്ക് അയാളെ വേണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ. അത് ചേട്ടന് നാത്തൂന് ബുദ്ധിമുട്ടാവും. അയ്യോ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല സീതാലക്ഷ്മി, നീ പറഞ്ഞോട്ടെ. എന്റെ നാത്തൂനെ അവ്യയം കാണിക്കല്ലേ. ഇനി പോരെ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഇത് എവിടുന്നാ വിളിക്കുന്നേ? മദ്രാശിന്നാ? നീ ഇങ്ങോട്ട് തന്നെ. ഇത് എവിടുന്ന വിളിക്കണേ? മദ്രാസിന്നാണോ? പിന്നെ എവിടുന്നാ? അടുത്തെന്ന് പറഞ്ഞാൽ? തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ? ഏത് വാതില്? എവിടുന്നാ? ഈ ബെഡ്റൂമിന്റെ മുമ്പിൽ നിന്നു. നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? മനുഷ്യനെ ഒട്ടുപിടിപ്പിക്കാൻ. ഒരു മാസം തികയുന്നതിന് മുമ്പ് വീണ്ടും വഴക്കടിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാ ഒന്ന് ടെസ്റ്റ് ചെയ്താ. ഇനി എന്നാ മടക്കം? ഇനി പോകുന്നില്ല. അത് നിന്റെ സ്ഥിരം പല്ലവിയല്ലേ? അയ്യോ, ഇത് അതുപോലല്ല. ഇനി ഞാൻ മദ്രാസിൽ പോയ ശരിപത്തിനെ ഞാൻ കൊല്ലും. അത്രക്ക് ക്ഷമിച്ചു ചേട്ടാ. ഇന്നലെ നിസ്സാര ഒരു കാര്യത്തിനാണ് ഞങ്ങൾ തമ്മിൽ ഉടക്കിയതേ. ചേട്ടൻ കേട്ടോണേ. അതെ, നമ്മളൊക്കെ ചായക്ക് പഞ്ചസാരയല്ലേ ഇടുന്നേ. അപ്പൊ ലേശം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഞാൻ ഒരല്പം ഉപ്പിട്ടു. അപ്പൊ തന്നെ കുടിച്ച ചായന്റെ മുഖത്തോട് തുപ്പ്. ഞാൻ വെട്ടിക്കൊല്ലാൻ വാളെടുത്തതാ. ഉടനെ ഒരു പറച്ചില്, അമ്മാ നീ ഡേവേഴ്സ് വാങ്ങി പോമാന്ന്. ആ സെക്കൻഡിൽ ഈ പെട്ടി മൊബൈൽ വഴി ഞാൻ വണ്ടി കയറിയതാ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവന്റെ കൂടെ ഒളിച്ചോടി പോവാൻ? അതിന് നേരെ ഓടാൻ ചേട്ടൻ സമ്മതിക്കുവോ? ഞാനിങ്ങനെ വീട്ടിനകത്ത് ഭൂത്തുലഞ്ഞ് നിന്നിട്ട് ചേട്ടൻ കണ്ട ഭാവം നടിച്ചോ? നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, പക്ഷെ ദമയന്തിക്ക് മാത്രം ചെറുക്കനില്ല. എനിക്ക് എന്താ ഒരു കുറവ്? കാണാൻ നല്ല ഗ്ലാമറല്ലേ? ഇല്ലേ? അപ്പൊ ചേട്ടന് ബിസിനസ് മാത്രം മതിയായിരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞ് എന്നെ കെട്ടിക്കാൻ നേരെ ആവുമ്പോഴത്തേക്കും എന്റെ സ്ത്രീജന്മം മൂടോടെ പാഴായി പോകത്തില്ലേ? തലയ്ക്ക് സുഖമില്ലാണ്ട എന്താ ചെയ്യാ? അയാൾക്ക് അങ്ങനെ പോയോ നാത്തൂനെ? ഞാനും ഒരു പെണ്ണല്ലേ. ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത പ്രായത്തിൽ എന്തിനാ പിടിച്ച് കെട്ടിക്കുന്നത്? അതുകൊണ്ടാ കമ്പനി വന്ന പാണ്ഡ്യയുടെ കൂടെ ഞാൻ ഒളിച്ചോടിയത്. ചേട്ടനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് മതിയായിരുന്നു. അതെ, തമിഴ് പണ്ടേ എന്റെ ഒരു വീക്ക്നെസ് ആണ് നാത്തൂനെ. അയാള് പച്ചവെള്ളം പോലെ തമിഴ് പറയുന്ന കേട്ടപ്പോഴേ അയ്യോ എന്റെ കരളങ്ങ് വെള്ളമായി പോയി. പിന്നൊന്നും ആലോചിച്ചില്ല, അയാളുടെ ഞാനങ്ങ് ഒളിച്ചോടി. അതെ, തമിഴ്നാട്ടിൽ ഭിക്ഷക്കാരി പോലും തമിഴാ പറയുന്നേ. അയ്യോ, സംസാരിച്ച് നിൽക്കാറെ നാത്തൂമ്പാ, എനിക്ക് വിശക്കുന്നു. വാ. അയ്യോ, രേണുമോൾ എവിടെ? തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടന്നു. കുഴപ്പമില്ല, ഞാൻ രാവിലെ കണ്ടോളാം. നീ എപ്പോ വന്നേ? ഞാൻ രാവിലെ വന്നു. ആന്റി എവിടുന്ന് ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ട്രെയിനിൽ 10,000 പേരുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് വിശക്കുന്നേ വല്ലതും കഴിച്ചിട്ട് വരാം. നാത്തൂമ്പാ.